ഗായ്സ്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മഴ പെയ്തത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ പഴയ വീട്ടിൽ പോയി, പഴയ തറവാട്ടിൽ പോയി ഒരു ചക്ക പറിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ പ്ലാവിൽ കയറാനായിട്ടുള്ള ഒരു പരിശ്രമമായിരുന്നു. വാപ്പിയായിരുന്നു ചക്ക വെട്ടാനായിട്ട് കയറിയത്. അപ്പോൾ തടസ്സമായിട്ട് നിന്ന കൊമ്പൊക്കെ വെട്ടി വാപ്പി അതിസാഹസികമായി മുകളിലേക്ക് കയറി. അങ്ങനെ ചക്ക പറിക്കാനായിട്ട് എത്തി. അത്യാവശ്യം നല്ല വലിയൊരു ചക്കയായിരുന്നു വാപ്പി പറിക്കാനായിട്ട് ഉന്നം വെച്ചത്. അതിന് ശേഷം ഒരു കയറൊക്കെ ഉപയോഗിച്ച് വാപ്പി ആ ചക്ക കെട്ടി. ക്ലൗ ഹിച്ച് എന്നാണ് ആ ചക്ക കെട്ടിയതിൻ്റെ കെട്ടലിനെ വിളിക്കുന്ന പേര്. വാപ്പി ഫയർഫോഴ്സിലായതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നല്ല അറിവാണ് വാപ്പിക്ക്. അങ്ങനെ കയറൊക്കെ അഴിച്ച് ഞങ്ങൾ ചക്ക ഒരു അറ്റം കൊമ്പിലേക്കും ഒരറ്റം കയറിലേക്കും ആ ചക്കയിലേക്കും കെട്ടിയിട്ട് ഒരു ഇതായിട്ട് വലിച്ച് ഇറക്കുകയാണ് ചെയ്തത്. താഴെ ഷീറ്റായതുകൊണ്ട് ഒരു പോറലും ഏൽക്കാതെ, അതായത് പൊട്ടാതെ വേണം താഴേക്ക് ഇറക്കാനായിട്ട്. അതുകൊണ്ടാണ് ഈ കെട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ എങ്ങനെയൊക്കെയോ വാപ്പി താഴേക്ക്, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം. അങ്ങനെ പതിയെ അതുകൊണ്ട് പതിയെയാണ് ഇറക്കിയത്. അങ്ങനെ താഴേക്ക് അങ്ങനെ ഇറക്കി. ചക്കയാണ് ഈ ചക്ക. പിന്നെ വാപ്പി ഇറങ്ങി വന്നപ്പോൾ ഒരു ചക്കയും കൂടി പറിക്കണം എന്ന് പറഞ്ഞപ്പോൾ വാപ്പി പറഞ്ഞു ആ ശരി പറിക്കാമെന്ന് പറഞ്ഞ് ഒരു ചക്കയും കൂടി പറിച്ചു. ആ ചക്ക വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയായിട്ട് പിന്നെ വരാം. അപ്പോൾ വാപ്പി ഇതേ ചക്കയും കൊണ്ട് ഇറങ്ങി. ഇത്ര